പ്രിയ കുട്ടികളെ, നമ്മൾ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 തൊട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. കൺസിഡർ ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ cos square x dy/dx പ്ലസ് y ഈസ് ഇക്വൽ ടു tan x. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഈ തന്നേക്കുന്നത്. cos square x dy/dx പ്ലസ് y ഈസ് ഇക്വൽ ടു tan x. അതിൻ്റെ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഡിഗ്രി, പിന്നെ IF, ജനറൽ സൊല്യൂഷൻ, അങ്ങനെ 3 കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. ഈ ചാപ്റ്ററിൽ ആ പാടി ഇത്രയേ ഉള്ളൂ. ഒന്നിലെ ഓർഡർ ഡിഗ്രി, പിന്നെ IF, ജനറൽ സൊല്യൂഷൻ. IF ചോദിച്ചുകൊണ്ട് നമുക്കിത് തിരിച്ചറിയാൻ എളുപ്പം കിട്ടി. ഇത് ലീനിയറാണ്. അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് മാത്രം ചോദിച്ചെങ്കിൽ നമ്മളത് വേരിയബിൾ സെപ്പറബിൾ ആണോ, ഹോമോജീനിയസ് ആണോ, ലീനിയർ ആണോ എന്ന് നമ്മൾ തന്നെ നോക്കേണ്ട വരുമായിരുന്നു. അത്രയേ ഉള്ളൂ. ഈ ടൈപ്പ് കണക്കുകൾ, ഇതല്ലാതെ വേറെ തന്നെ ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാം. ഇതിനകത്ത് ആകെപ്പാടെ dy/dx മാത്രമേ ഉള്ളൂ. ഇതാണ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അതിന് ഓൾ റേസ് ടു എന്ത് വന്നേക്കുന്നു, 1 വന്നു. അതുകൊണ്ട് അതാണ് ഡിഗ്രി 1. പിന്നെ IF, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് വരുന്ന രീതിയിലൊന്നും അല്ല dy/dx കിടക്കുന്നത്. ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് വരുന്നത് റൂട്ടിനകത്ത് dy/dx വരികയോ 1/i ആയിട്ട് dy/dx വരികയോ റേസ് ടു ആയിട്ട് dy/dx വരികയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയൊന്നും അല്ല ഇത് കിടക്കുന്നത്. അത് ഡിഗ്രി 1 ആണ്. IF കാണുക. IF കാണണമെങ്കിൽ ഇതിനെ ശരിക്കും ഫോമിലാക്കണം. dy/dx ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയറിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ്. അതായത് dy/dx പ്ലസ് py q എന്നത് p എന്ന് പറയുന്നത് വൈയുടെ കോയിഫിഷ്യൻ അങ്ങനെ ആക്കണം ആദ്യം. ഇവിടെ അത് ഡിവൈഡിങ് ബൈ cos square x ചെയ്താൽ മാത്രമേ ആവുകയുള്ളൂ. ഡിവൈഡിങ് ബൈ cos square x. അപ്പോൾ ഈ ടേം എന്തായി, dy/dx ആയി. പ്ലസ് ഈ ടേം 1/cos square x ഇൻറ്റു y ആയി. ഈ ടേം tan s ബൈ cos square x ആയി. എല്ലാ ടേമിനെയും cos square x കൊണ്ട് ഹരിച്ചു എന്ന് ചുരുക്കം. ഫസ്റ്റ് ടൈം dy/dx ആയി. സെക്കൻഡ് ടൈം 1/cos square x ഇൻറ്റു y ആയി. സമത്തിന് കഴിഞ്ഞിട്ട് tan s ബൈ cos square x ആയി. dy/dx പ്ലസ് c² xy ഈസ് ഇക്വൽ ടു c² x tan x. 1/cos square x c² x ഇൻറ്റു tan x. ഇനി നമുക്ക് IF കാണാം. e⁻ pdx. അപ്പോൾ p ആയിട്ട് വന്നിരിക്കുന്നത് വൈയുടെ കോയിഫിഷ്യൻ്റായ c² x ആണ്. q ആയിട്ട് വന്നിരിക്കുന്നത് c² x tan x ആണ്. അത് ഈ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. IFന് പക്ഷേ p മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷേ മൂന്നാമത്തെ പിരിവിൽ നമ്മളോട് ജനറൽ സൊല്യൂഷൻ ചോദിച്ചപ്പോൾ നമുക്ക് q ആവശ്യമുണ്ട്. പിയുടെ അടുത്ത് q കൂടെ എഴുതി വെച്ചു. IF e⁻pdx. e⁻p എന്താണ്, c² x dx. എന്താണ് c² xൻ്റെ ഇൻ്റഗ്രൽ? tan xൻ്റെ ഡിഫറൻഷ്യലാണ് c² x. അപ്പോൾ c² xൻ്റെ ഇൻ്റഗ്രൽ tan x. e⁻tan x. e⁻tan x. IF കിട്ടി. ജനറൽ സൊല്യൂഷൻ്റെ ഫോർമുല y ഇൻറ്റു IF ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു IF dx പ്ലസ് c. y ഇൻറ്റു IF ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു IF dx പ്ലസ് c. അപ്പോൾ y ഇൻറ്റു e⁻tan x ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ q എന്ന് പറയുന്നത് c² x tan x ഇൻറ്റു IF എന്ന് പറഞ്ഞാൽ e⁻tan x dx പ്ലസ് c. അപ്പോൾ ഇൻ്റഗ്രൽ q എന്താണ്, c² x tan x ഇൻറ്റു IF e⁻tan x q ഇൻറ്റു IF dx പ്ലസ് c. എങ്ങനെ c² x tan x ഇൻറ്റു e⁻tan x ഇൻ്റഗ്രേറ്റ് ചെയ്യും? അതിന് പുട്ട് tan x t എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ tan x t എടുത്താൽ ഒരുപാട് ഗുണമുണ്ട്. tan xൻ്റെ ഡിഫറൻഷ്യൽ c² x dx വരുന്നു 1 dt എന്നായിക്കോളത്. c² x dx ആണ് tan xനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അങ്ങേ സൈഡ് 1 dt. അപ്പോൾ നമുക്ക് ഈ c² x dxന് പകരം dt കൊടുക്കാം. ഇതിന് t, ഇത് e⁻t. അങ്ങനെ ഇത് ചെറുതായി e⁻t ആയി. ഇത് ഇൻറ്റു t, പിന്നെ c² x dxന് പകരം dt പ്ലസ് c. ഈ പ്ലസ് c ഈ ഫോർമുലയിൽ തുടക്കം മുതലേ ഉള്ളതാണ്. അതങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ മതി. എങ്ങനെ e⁻t ഇൻറ്റു t ഇൻ്റഗ്രേറ്റ് ചെയ്യും? അതിന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഹൈലൈറ്റേ പറ്റുള്ളൂ. ഇത് എക്സ്പൊണൻഷ്യൽ ലേറ്റ് ഈ എക്സ്പൊണൻഷ്യൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഹൈലൈറ്റിൽ. അതുകൊണ്ട് ഇത് സെക്കൻഡ് ഫംഗ്ഷൻ, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് e⁻tയുടെ ഇൻ്റഗ്രൽ e⁻t തന്നെ വിത്ത് റെസ്പെക്ട് ടു dt അല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് e⁻t തന്നെ മൈനസ് ഇൻ്റഗ്രൽ ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ടിയുടെ ഡിഫറൻഷ്യൽ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് e⁻tയുടെ ഇൻ്റഗ്രൽ e⁻t dt പ്ലസ് c. ഞാനിവിടെ എല്ലാം ആൻസർ എഴുതിയിട്ടുള്ളൂ.
ഫസ്റ്റ് ഫംഗ്ഷൻ ടി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡിൻ്റെ ആൻസർ ഇ റൈസ് ടു ടി മൈനസ് ഇൻ്റഗ്രൽ ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റിൻ്റെ ആൻസർ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡിൻ്റെ ആൻസർ ഇ റൈസ് ടു ടി ഡി ടി പ്ലസ് സി. അങ്ങനെ ഒരു ഡി ടി ലാസ്റ്റ് വരുമല്ലോ. ടി ഇ റൈസ് ടു ടി മൈനസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ഡി ടി എന്താണ്? ഇ റൈസ് ടു ടി പ്ലസ് സി. ഇനി നമുക്ക് ടി അങ്ങോട്ട് മാറ്റിയേക്കാം, ടാൻ എക്സ് കൊടുക്കാം. അപ്പോൾ വൈ ഇൻറ്റു ഇ റൈസ് ടു ടാൻ എക്സ് ഈസ് ഇക്വൽ ടു ടാൻ എക്സ് ഇൻറ്റു ഇ റൈസ് ടു ടാൻ എക്സ് മൈനസ് ഇ റൈസ് ടു ടാൻ എക്സ് പ്ലസ് സി. വൈ ഇൻറ്റു ഇ റൈസ് ടു ടാൻ എക്സ് ഈസ് ഇക്വൽ ടു ഇ റൈസ് ടു ടാൻ എക്സ് വെളിയിലെടുത്താൽ ബ്രാക്കറ്റിൽ ടാൻ എക്സ് മൈനസ് 1 പ്ലസ് സി. വൈ ഈസ് ഇക്വൽ ടു ഈ ഇ റൈസ് ടു ടാൻ എക്സ് അപ്പുറത്തെ സൈഡിലേക്ക് അല്ലെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും വെട്ടിക്കളയുന്നു. ഈ സ്റ്റെപ്പിൽ കണക്ക് നിർത്തി നോക്കി നിങ്ങൾക്ക് മാർക്ക് ഒട്ടും കുറയില്ല. ഇത് എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വേണമെങ്കിൽ ഞാൻ ഈ വൈ തന്നെ ആക്കുമ്പോൾ ഇ റൈസ് ടു ടാൻ എക്സ് കൊണ്ട് ആർ എച്ച് എസ് ഹരിക്കുന്നു എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ടൈമിനെ ഹരിക്കുന്നു. ഈ ഫസ്റ്റ് ടൈമിനെ ഇ റൈസ് ടു ടാൻ എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് വെട്ടിപ്പോയിട്ട് ടാൻ എക്സ് മൈനസ് 1 തന്നെ വരും. പക്ഷേ സിയെ ഇ റൈസ് ടു ടാൻ എക്സ് കൊണ്ട് ഹരിക്കുമ്പോൾ സി ബൈ ഇ റൈസ് ടു ടാൻ എക്സ് വരും. സി ബൈ ഇ റൈസ് ടു ടാൻ എക്സ് ആണ് സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടാൻ എക്സ്. സി ബൈ ഇ റൈസ് ടു ടാൻ എക്സ് ആണ് സി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടാൻ എക്സ്. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇവിടെ വെച്ച് കണക്ക് നിർത്തുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2s² d² y by ds² പ്ലസ് എക്സ് റൈസ് ടു 4 dy by ds ഹോൾ ക്യൂബ് പ്ലസ് 7 ഈസ് ഇക്വൽ ടു 0. ഡിഗ്രി ചോദിക്കുമ്പോൾ നോൺ പോളിനോമിയൽ ഫോം എങ്ങാനും കിടപ്പുണ്ടോ എന്ന് നോക്കണം. ഇല്ലല്ലോ. ഇത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന് ഓൾ ക്യൂബ് ഉണ്ട്, പക്ഷേ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന് ഓൾ റൈസ് ടു 1 ഉള്ളൂ. അപ്പോൾ 1 ആണോ 3 ആണോ ഡിഗ്രി എടുക്കണ്ടേ? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇതായതുകൊണ്ട് ഇതിൻ്റെ ഓൾ റൈസ് ടു എടുക്കാവുള്ളൂ. ഇതിൻ്റെ ഓൾ റൈസ് ടു 1 ആണ്, അതുകൊണ്ട് ഡിഗ്രി 1 ആണ്. ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d² y by ds² ഹോൾ സ്ക്വയർ പ്ലസ് കോസ് dy by dx ഈസ് ഇക്വൽ ടു 0 ഈസ് ഡാഷ്. ഇവിടെ കോസിൻ്റെ കൂടെ dy by dx വന്നപ്പോൾ dy by dx ആംഗിളായിട്ട് വന്നിരിക്കുന്നു. അത് നോൺ പോളിനോമിയൽ ഫോമാണ്. ആംഗിളായിട്ട് dy by dx വരാൻ പാടില്ല. റൂട്ടിനകത്ത് dy by dx വരാൻ പാടില്ല. 1/, ആയിട്ട് dy by dx വരാൻ പാടില്ല. ഇ റൈസ് ടു ആയിട്ട് dy by dx വരാൻ പാടില്ല. അതുപോലെ ഒരു കാര്യമാണ് ആംഗിളായിട്ട് dy by dx വരാൻ പാടില്ല. നോൺ പോളിനോമിയൽ ഫോമാണ് dy by dxൻ്റെ രൂപം ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നാണ് ആൻസർ. സോൾവ് dy by dx പ്ലസ് 2y tan x sin x y 0 when x π/3. ഇതെന്തിനാണ് ഈ ചോദ്യത്തിൽ ഇങ്ങനെ ഇതും കൂടി തന്നിരിക്കണമെന്ന് വെച്ചാൽ ജനറൽ സൊല്യൂഷൻ കണ്ടുവച്ച് കിട്ടുന്ന ആൻസറിൽ എക്സിനും വൈക്കും ഈ അവർ തന്നിരിക്കുന്ന വില കൊടുക്കുമ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷനിലെ സി കറക്റ്റ് എന്നാന്ന് കിട്ടുവാണ്. അപ്പോൾ ഈ ചോദ്യം സോൾവ് എന്ന് പറയുന്നത് പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാനാണ് എന്നതാണ് ഇത് തന്നതിൻ്റെ അർത്ഥം. സാധാരണ ചെയ്യും പോലെ ചെയ്ത് ജനറൽ സൊല്യൂഷൻ കണ്ട ശേഷം കിട്ടുന്ന ആൻസറിലെ എക്സും വൈയും വില ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സി കിട്ടും. എന്നിട്ട് ആ സി കിട്ടിയ വിലയിട്ട് നേരത്തെ കിട്ടിയ ആൻസർ ഒന്നുകൂടെ എഴുതുമ്പോൾ അത് പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിക്കോളും. പർട്ടിക്കുലർ സൊല്യൂഷൻ കാണുക എന്നല്ല അവർ പറഞ്ഞത്, സോൾവ് എന്ന് തന്നെ പറഞ്ഞ് ഇങ്ങനെ തരുവാണ് ചെയ്യുന്നത്. dy by ds പ്ലസ് 2y tan x sin x. നിങ്ങൾക്കിത് കണ്ടിട്ട് ഇത് വേരിയബിൾ സെപ്പറബിൾ ആണോ, എക്സിൻ്റെ കാര്യങ്ങളും ഡി എക്സ് ഒരു സൈഡും വൈയുടെ കാര്യങ്ങളും ഡി വൈയും മറു സൈഡും ആക്കാൻ പറ്റുന്നതാണോ, അതെയോ മുറിക്കാൻ പറ്റാത്ത dy by ds ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ എന്ന ഹോമോജീനിയസ് ആണോ, അതെയോ ഇത് ലീനിയർ ആണോ? കണ്ടിട്ട് ലീനിയറാണ്. ഫസ്റ്റ് ഫോം dy by ds പ്ലസ് പി വൈ സമം ക്യൂ. dy by dsൻ്റെ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ഒന്ന് തന്നെ. വൈയുടെ കോയിഫിഷ്യൻ്റായിട്ട് പി എടുത്താൽ 2 tan x ആണ് പി. ഇപ്പുറത്ത് സൈൻ എക്സ് വന്നത് ക്യൂ ആണ്. അപ്പോൾ പിയും ക്യൂവും ഒന്നുകിൽ കോൺസ്റ്റൻറ്റ് വരാം അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് എക്സ് വരാമെന്നല്ലേ നമ്മൾ പഠിച്ചേക്കണം. അതെല്ലാം ഇത് പാലിക്കുന്നുണ്ട്. പി 2 tan എക്സും വന്നു, ക്യൂ സൈൻ എക്സും വന്നു. അപ്പോൾ ലീനിയർ ഫസ്റ്റ് ടൈപ്പാണ്. ഐ എഫ് കാണണം. ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ 2 tan x ഡി എക്സ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇ റൈസ് ടു 2 പുറത്തെടുത്തു, ഇൻ്റഗ്രൽ tan x ഡി എസ്. ഇ റൈസ് ടു 2 ഓർമ്മയുണ്ടോ? tan xൻ്റെ ഇൻ്റഗ്രൽ ആൻസർ ലോഗുമോഡ് സൈൻ എക്സ് അല്ല, ലോഗുമോഡ് സീക്ക് എക്സ്. tan x എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സിൻ്റെ കൃത്യം ഡിഫറൻസിന് മുകളിൽ സൈൻ എക്സേ ഉള്ളൂ, മൈനസ് സൈൻ എക്സ് വേണമായിരുന്നു. അപ്പോൾ മൈനസ് ലോഗുമോഡ് കോസ്, ഒരു മൈനസ് നമ്മളവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ മൈനസ് ലോഗുമോഡ് കോസസ് എന്നാണ് തന്നെ 2 മൈനസ് അവിടെ ഇട്ട് കൊടുത്തു. സൈൻ എക്സിന് 2 മൈനസ് ഇട്ടാലല്ലേ പോസിറ്റീവ് സൈൻ എക്സ് ആയിട്ട് വരാൻ നിൽക്കുകയുള്ളൂ. അപ്പോൾ
അന്നേരം മൈനസ് പുറത്തുണ്ട്, പിന്നെ ഇൻ്റഗ്രൽ മൈനസ് സൈനസ് ബൈ കോസസും ഉണ്ട്. അന്നേരമാണ് കോസസിൻ്റെ കൃത്യം ഡിഫറൻഷ്യൽ മുകളിൽ വരുന്നത്. അപ്പോൾ പുറത്തുള്ള മൈനസ് ഇട്ട് വെച്ച് ലോഗ് മോഡ് കോസെക്സ് മൈനസ് ലോഗ് മോഡ് കോസസ് ആണ് പ്ലസ് ലോഗ് മോഡ് സീക്കസ്. അപ്പോൾ ഇൻ്റഗ്രൽ ടാനസ് ടി എസ് അല്ലെങ്കിൽ പഠിച്ചു വയ്ക്കുക ലോഗ് മോഡ് സീക്കസ് നിങ്ങൾക്കറിയാതെ e⁻² ഇൻറ്റു ലോഗ് മോഡ് സീക്കസ് വരെ എത്തി. ഇനി ഈ ലോഗും അടുത്തടുത്ത് വരണം. 2വിനെ ഇവിടെ നിന്ന് മാറ്റണം. 2 എങ്ങോട്ട് പോകുമെന്നറിയോ? ഇതിന് സ്ക്വയറായിട്ട് പോകും. അപ്പോൾ e⁻ log c² x എന്നായി. ഇനി മോഡുലസ് ഒന്നും ഇടണ്ട. ഈ 2 ഇതിന് സ്ക്വയറായിട്ട് പോകും. ലോഗരിതം എടുക്കുന്ന കാര്യത്തിന് സ്ക്വയറായിട്ട് പോകും. സീക്കസിൻ്റെയാണ് ലോഗരിതം എടുക്കുന്നത്. അങ്ങനെ 2 ഇവിടെ നിന്ന് മാറ്റാം. e⁻log c² x എന്ന് വരും. ഇനി ഈ ലോങ് കൂടെ ക്യാൻസലായിട്ട് ഉത്തരം c² x വരും. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ലോഗരിതം ഫംഗ്ഷൻ ഇങ്ങനെ അടുത്തടുത്ത് വന്നാൽ അവ ക്യാൻസലായി പോകും. അപ്പോൾ c² x എന്ന് വരും. IF കിട്ടി. സൊല്യൂഷൻ ഈസ് y ഇൻറ്റു IF ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു IF dx പ്ലസ് c. y ഇൻറ്റു IF ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു IF dx പ്ലസ് c. y ഇൻറ്റു IF കിട്ടിയത് c² x ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ q എന്ന് പറയുന്നത് സൈൻ എക്സ് ഇൻറ്റു IF c² x dx പ്ലസ് c സമം ഇൻ്റഗ്രൽ സൈൻ എക്സ് c² x എന്ത് ചെയ്തെന്ന് വെച്ചാൽ രൂപം മാറ്റി 1/cos² x അല്ലേ. 1/cos² x രണ്ടാക്കി എഴുതി. ഒന്ന് സൈൻ എക്സിൻ്റെ താഴേക്കും ഒന്ന് 1/cos x ആയിട്ടും. ഇത് 1/cos² x ആണ്. അത് ഇങ്ങനെയാക്കി. സൈൻ എക്സിൻ്റെ താഴെ ഒരു കോസ് എക്സും 1/cos x വേറെ. അപ്പോൾ ഇത് ടാൻ എക്സ്, ഇത് സീക്കസ് ടാൻ എക്സ് എന്നാക്കി എന്ന് ചുരുക്കം. ഇൻ്റഗ്രൽ സീക്കസ് ടാൻ എക്സ് ഡി എസ്. ഇൻ്റഗ്രൽ സീക്കസ് ടാൻ എക്സ് ഡി എക്സിന് ആൻസറുണ്ട്. സീക്കക്സ് എന്നാണ് പ്ലസ് സി. അപ്പോൾ y c² x ഈസ് ഈക്വൽ ടു സീക്കസ് പ്ലസ് സി ഈസ് ജനറൽ സൊല്യൂഷൻ. ഇങ്ങനെ കിട്ടുന്നതിൻ്റെ പേര് ജനറൽ സൊല്യൂഷൻ. ഇനി നമ്മുടെ ക്വസ്റ്റിനിൽ തന്ന y0 വെൻ എക്സ് π/3 ഇതിലേക്ക് കൊടുക്കുക. വെൻ y0 വെൻ എക്സ് ഈസ് ഈക്വൽ ടു π/3 y ഈസ് ഈക്വൽ ടു 0. വെൻ എക്സ് ഈസ് ഈക്വൽ ടു π/3 y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ y0 ഇട്ടു. 0 ഇൻറ്റു c² x π/3 ഇട്ടു. c² π/3 ഈസ് ഈക്വൽ ടു cക്ക് π/3 പ്ലസ് c. p സൈഡ് 0. 0 ഈസ് ഈക്വൽ ടു 1/cos 60. sec 60 1/cos 60 പ്ലസ് c. 0 ഈസ് ഈക്വൽ ടു 1/cos 60 1/2 പ്ലസ് c. ഇംപ്ലൈസ് 0 ഈസ് ഈക്വൽ ടു 2 മോളിൽ വന്നു 2 പ്ലസ് c. അപ്പോൾ സിയുടെ വില -2. ഈ സിയുടെ വിലയിട്ട് ഈ കിടക്കുന്ന ജനറൽ സൊല്യൂഷൻ ഇവിടെ നമ്മൾ ഈ ജനറൽ സൊല്യൂഷൻ എഴുതുന്നുണ്ട്. ഒന്നോടെ മാറ്റി എഴുതുക. y c² x ഈസ് ഈക്വൽ ടു sec x -2. c കിട്ടിയത് -2. y c² x ഈസ് ഈക്വൽ ടു sec x -2. അങ്ങനെ എഴുതുന്നതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. പർട്ടിക്കുലർ സൊല്യൂഷൻ ചോദിക്കുന്ന കണക്കിൽ ആദ്യം കിട്ടുന്ന ജനറൽ സൊല്യൂഷൻ ഈസ് ജനറൽ സൊല്യൂഷൻ എഴുതി വയ്ക്കുക. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന എക്സിൻ്റെയും വൈയുടെയും വില അതിൽ കൊടുക്കുമ്പോൾ സിയുടെ വില ഇങ്ങനെ കിട്ടും. ആ സിയുടെ വില ജനറൽ സൊല്യൂഷനിൽ ഒന്നുകൂടെ കൊടുത്തത് മാറ്റി എഴുതുക. y c² x ഈസ് ഈക്വൽ ടു sec x -2. അങ്ങനെ എഴുതുന്നതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x dy/dx പ്ലസ് 2y ഈസ് ഈക്വൽ ടു x². x dy/dx പ്ലസ് 2y ഈസ് ഈക്വൽ ടു x². ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 തവണ വായിക്കുമ്പോൾ നിങ്ങൾക്കത് വേരിയബിൾ സെപ്പറബിൾ ആണോ, ഹോമോജീനിയസ് ആണോ, ലീനിയർ ഫസ്റ്റ് ടൈപ്പ് ആണോ സെക്കൻഡ് ടൈപ്പ് ആണോ എന്ന് തിരിച്ചറിയണം. x dy/dx പ്ലസ് 2y ഈസ് ഈക്വൽ ടു x². നമുക്ക് x കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്താൽ dy/dx പ്ലസ് 2/xy സമം x എന്ന് വരും. അപ്പോൾ തന്നെ പിടികിട്ടി ഇത് ലീനിയർ ഫസ്റ്റ് ടൈപ്പാണ്. ഗിവൺ y ഈസ് ഈക്വൽ ടു 0 വെൻ x ഈസ് ഈക്വൽ ടു 1. ഇതെന്തിനാ? പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് എഴുതി. x dy/dx പ്ലസ് 2y ഈസ് ഈക്വൽ ടു x². ഡിവൈഡിങ് ബൈ എക്സ്. അപ്പോൾ dy/dx പ്ലസ് 2/xy. വൈയുടെ കോയിഫിഷ്യൻ്റ് p ആയിട്ട് എടുക്കാൻ വേണ്ടി 2/x എന്ന് എഴുതുക. ഇൻറ്റു y ഈസ് ഈക്വൽ ടു ഈ സൈഡ് x കൊണ്ട് ഇരിക്കുമ്പോൾ x. ലീനിയർ ഫസ്റ്റ് ടൈപ്പ് dy/dx പ്ലസ് py ഈസ് ഈക്വൽ ടു q. p വൈയുടെ കോയിഫിഷ്യൻ്റ് 2/x ആണ്. p q x. IF e⁻ ഇൻ്റഗ്രൽ p dx e⁻ ഇൻ്റഗ്രൽ 2/x dx. p 2/x e⁻ ഇൻ്റഗ്രൽ 2/x dx. e⁻2 പുറത്തെടുത്തു ഇൻ്റഗ്രൽ 1/x dx. e⁻2 ഇൻറ്റു എന്താണ് ഇൻ്റഗ്രൽ 1/x dx ലോഗ് മോഡ് x. ഇനി 2 ഫ്രണ്ടിൽ നിന്ന് മാറ്റാൻ ലോഗരിതം എടുക്കുന്ന എക്സിന് സ്ക്വയർ ആക്കുക. അപ്പോൾ e⁻log x²
ടു ഫ്രണ്ടിൽ നിന്ന് മാറാൻ വേണ്ടി ലോഗരിതം എന്തിനെടുക്കുന്നു, എക്സിനെടുക്കുന്നു, അത് സ്ക്വയർ ആക്കി മാറ്റുക. ഈ 2 അങ്ങോട്ട് കൊടുക്കുക. ഇ റൈസ് ടു ലോഗ് എക്സ് സ്ക്വയർ, ഈ ലോഗ് ക്യാൻസലായിട്ട് സ്ക്വയർ എന്നാണ് ഐ എഫ് കിട്ടിയത്. സൊല്യൂഷൻ ഈസ് y ഇൻറ്റു ഐ എഫ് ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി എക്സ് പ്ലസ് സി. y ഇൻറ്റു ഐ എഫ് കിട്ടിയത് എക്സ് സ്ക്വയർ, y ഇൻറ്റു എക്സ് സ്ക്വയർ ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ക്യൂ എക്സ് ആണ്, എക്സ് ഇൻറ്റു ഐ എഫ് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് സി. y ഇൻറ്റു എസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ എസ് ക്യൂബ് ഡി എക്സ് പ്ലസ് സി. y ഇൻറ്റു എസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ എസ് ക്യൂബ് ഡി എക്സ് എക്സ് റൈസ് ടു 4/4 പ്ലസ് സി. y into s square is equal to x raised to 4/4 plus c is general solution given. Y is equal to 0 when x is equal to 1. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് y is equal to 0 when x is equal to 1. y 0 to 0 into 1 square is equal to 1 raised to 4/4 plus c. 0 is equal to 1/4 plus c. c is equal to minus 1/4. ജനറൽ സൊല്യൂഷൻ മാറ്റി എഴുതുക. y ഇൻറ്റു എസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു എക്സ് റൈസ് ടു 4/4 മൈനസ് 1/4. y സ്ക്വയർ ഈസ് ഇക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ് 1/4. ഒറ്റ LCM 4 എടുത്ത് ഇതിനേക്കാൻ വേണമെങ്കിൽ 4 ഇങ്ങോട്ട് ഗുണിച്ച് 4y സ്ക്വയർ ഈസ് ഇക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ് 1. ഇവിടെ വരെ വേണമെന്നില്ല, ഇവിടെ വെച്ച് പ്രോബ്ലം നിർത്താം. അത് പർട്ടിക്കുലർ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ, ഈ രണ്ട് വാക്കുകൾ ഇവിടെ എഴുതിയേക്കാം. Question number 11. The order of differential equation x raised to 4 d square y by dx square is equal to 1 plus dy by dx whole cube is dash. ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സും ഉണ്ട്. ഹയസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവായ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 2. Find a particular solution of 1 plus s square dy by dx plus 2xy is equal to 1 by 1 plus s square. Y is equal to 0 when x is equal to 1. 1 plus s square into dy by dx plus 2xy is equal to 1 by 1 plus s square. Differential equation ഒന്നുകൂടെ വായിക്കാം. 1 plus s square into dy by dx plus 2xy is equal to 1 by 1 plus s square. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ 1 പ്ലസ് എസ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് മാറ്റുവാണെങ്കിൽ ഈ 2xൻ്റെ അടിയിലേക്ക് 1 പ്ലസ് എസ് സ്ക്വയർ ഒക്കെ വന്നിട്ട് ഇത് ലീനിയർ ഫസ്റ്റ് ടൈപ്പിലേക്ക് മാറിക്കോളും. അപ്പോൾ ഡിവൈഡിങ് ബൈ 1 പ്ലസ് എസ് സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടി? ഫസ്റ്റ് ടൈം ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സെക്കൻഡ് ടൈം 2x ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ എന്തായി മാറി? ഓൾ സ്ക്വയർ ആയിട്ട് മാറി. 1 പ്ലസ് എസ് സ്ക്വയർ കൊണ്ട് ഹരിച്ചപ്പോൾ ഡി വൈ ബൈ ഡി എസ് പ്ലസ് പി വൈ ഈസ് ഈക്വൽ ടു ക്യൂ. പി എന്ന് പറയുന്നത് വൈയുടെ കോയിഫിഷ്യൻറ്റ് 2s ബൈ 1 പ്ലസ് എസ് സ്ക്വയർ. ക്യൂ എന്ന് പറയുന്നത് 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ഓൾ സ്ക്വയർ. ഈ പ്രോബ്ലം വലിയ പ്രോബ്ലമായിട്ട് തോന്നുന്നു, പക്ഷേ വെറും സിമ്പിളാണിത്. ഐ എഫ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് ഇ റൈസ് ടു ഇൻ്റഗ്രൽ 2s ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ഡി എക്സ് ഇ റൈസ് ടു താഴെ കിടക്കുന്ന 1 പ്ലസ് എസ് സ്ക്വയറിൻ്റെ കൃത്യം ഡിഫറൻഷ്യലാണ് 2x മോളിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ ഇൻ്റഗ്രേഷൻ്റെ ആൻസർ ലോഗ് മോഡ് 1 പ്ലസ് എസ് സ്ക്വയർ ഈ റേസ് ടു വരുമെന്ന് മാത്രം. ഈ ലോഗ് അടുത്തടുത്ത് വന്നുകൊണ്ട് അത് ക്യാൻസലായി 1 പ്ലസ് എസ് സ്ക്വയർ എന്ന് കിട്ടി. സൊല്യൂഷൻ ഈസ് y ഇൻറ്റു ഐ എഫ് ഇൻ്റഗ്രൽ ക്യൂ ഇൻറ്റു ഐ എഫ് ഡി എസ് പ്ലസ് സി. y ഇൻറ്റു 1 പ്ലസ് എസ് സ്ക്വയർ ബ്രാക്കറ്റ് വേണം. ഇൻ്റഗ്രൽ ക്യൂ എന്ന് പറയുന്നത് 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു ഐ എഫ് 1 പ്ലസ് എസ് സ്ക്വയർ ഡി എസ് പ്ലസ് സി. y ഇൻറ്റു 1 പ്ലസ് എസ് സ്ക്വയർ വെട്ടിപ്പോയിട്ട് 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ഡി എക്സ് ഇൻ്റഗ്രൽ ഡി എ പ്ലസ് സി. y ഇൻറ്റു 1 പ്ലസ് എസ് സ്ക്വയർ എന്താണ് ഇൻ്റഗ്രൽ 1 ബൈ 1 പ്ലസ് എസ് സ്ക്വയർ ഡി എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി ഈസ് ജനറൽ സൊല്യൂഷൻ. ഗിവൺ y ഈസ് ഇക്വൽ ടു 0 വെൻ എക്സ് ഈസ് ഇക്വൽ ടു 1. y 0 ടപ്പോൾ LHS 0. ടാൻ ഇൻവേഴ്സ് എക്സിന് 1 ഇട്ടു ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് സി. 0 ഈസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 നിങ്ങൾക്കറിയാം π/4 ആണ് പ്ലസ് സി. അപ്പോൾ സി മൈനസ് π/4. ജനറൽ സൊല്യൂഷൻ സി മാറ്റി എഴുതാൻ പോവാണ്. y ഇൻറ്റു 1 പ്ലസ് എസ് സ്ക്വയർ ഈസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് π/4. സിയുടെ വില ഈസ് പർട്ടിക്കുലർ സൊല്യൂഷൻ. പന്ത്രണ്ടാമത്തെ കണക്ക് ഞാൻ പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ 17 വരെയുള്ള കണക്കുകളാണ് പഠിക്കേണ്ടത്. എല്ലാ കണക്കും ഇതുപോലെ തന്നെയാണ്. ഈ സൊല്യൂഷൻ കാണൽ മാത്രമേ ഉള്ളൂ, വേറെ കണക്കുകളൊന്നുമില്ല. 11 കണക്കാണ് അപ്പോൾ പഠിപ്പിച്ചത്.
ഈ 11 കണക്കുകൾ നിങ്ങൾ ശരിക്കും പഠിക്കുക. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പരീക്ഷ ഉണ്ടായിരിക്കും. പരീക്ഷയിൽ ക്വസ്റ്റ്യൻസ് വേറെ ഒന്നുമില്ല. ഓർഡർ അല്ലെങ്കിൽ ഡിഗ്രി കാണുക, അല്ലെങ്കിൽ ഓർഡറും ഡിഗ്രി രണ്ടും കാണുക. പിന്നെ ഒന്ന് സോൾവ് ചെയ്യുക. അത് ചിലപ്പോൾ വേരിയബിൾസ് പ്രോബ്ലം ഇടും, ചിലപ്പോൾ ലീനിയർ ഫസ്റ്റ് ടൈപ്പ് ഇടും. അത് രണ്ടുമല്ലേ ഇപ്പോൾ കണ്ടുള്ളൂ. ഹോമോജീനിയസ് നമ്മൾ ഇതേവരെ കണ്ടില്ല.